ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. മൽ ഫഖറ അഖ്ശാ അലൈക്കും സ്വഹാബത്തെ നിങ്ങളുടെ മേൽ ഈ മുഹമ്മദ് ഒരിക്കലും ദാരിദ്ര്യത്തെ ഭയക്കുന്നില്ല. വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയാ, നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ്. നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നത് സഹബ ഈ ദുനിയാവ് വിശാലമാകലാണ്. ദുനിയാവ് നിങ്ങളുടെ മേൽ വിശാലമാകലാണ് എനിക്ക് നിങ്ങളുടെ മേലുള്ള ഭയപ്പാടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതുപോലെ കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതായ ജനവിഭാഗങ്ങൾക്ക് ഈ ഭൗതിക ലോകം എത്രമേൽ വിശാലമായിരുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഈ ദുനിയാവ് വിശാലമാകലാണ് എനിക്ക് നിങ്ങളോടുള്ളതാകുന്ന ഭയപ്പാടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻഗാമികൾക്ക് ദുനിയാവ് വിശാലമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ഈ ദുനിയാവ് വിശാലമാകുക, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പാട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ മനുഷ്യ സഹജമായി അവൻ മത്സരിക്കും. ദുനിയാവ് വീണ്ടും കിട്ടാൻ വേണ്ടി അവൻ കൊതിക്കുകയാണ്. അല്ലാതെ ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്ന ജീവിതമല്ല അവൻ ആശിക്കുന്നത്. ഫതനാഫസുഹാ കമാ തനാഫസുഹാ, നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തുകയാണ്, ദുനിയാവ് നിങ്ങൾക്ക് കൈവശം ലഭിക്കുമ്പോ ആ ദുനിയാവ് കിട്ടാൻ വേണ്ടി നിങ്ങൾ മത്സരിക്കുകയാണ്. ഏതുപോലെ കമാ തനാഫസുഹാ, മുൻഗാമികളാകുന്ന ആളുകൾ ദുനിയാവ് കിട്ടാൻ വേണ്ടി മത്സരിച്ചതുപോലെ നിങ്ങളും ദുനിയാവിന്റെ പിറകെ ഓടുമത്രേ. അതിന്റെ പിറകെ നിങ്ങൾ നെട്ടോട്ടം ഓടുകയാണ്, മത്സരിക്കുകയാണ്. ഫതുഹ്ലികകും കമാ അഹ്ലകതും, മുൻഗാമികൾ നശിച്ചതുപോലെ ദുനിയാവിന്റെ പിറകെ നെട്ടോട്ടമോടി അള്ളാഹുവിനെ മറന്ന് ജീവിച്ചതായ ആളുകൾ, ഈ ദുനിയാവിൽ മോശമാകുന്ന ചുറ്റുവട്ടത്തിലേക്ക് പോയതാകുന്ന ആളുകൾ, അവരെ നശിച്ചതുപോലെ നിങ്ങളും ഈ ദുനിയാവിൽ നശിക്കപ്പെടുമേ, ഉന്മൂലനം ചെയ്യപ്പെടുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ ഖുർആനിൽ എത്രയെത്ര ഉദാഹരണങ്ങൾ സുവ്യക്തമാണ് സഹോദരങ്ങളെ. പഠിച്ചു വെക്കണേ. ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം മാ ഇന്ന മഫാതിഹഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകം കണ്ട ഏറ്റവും വലിയ മുതലാളിയെ, ധനികനെ പരിചയപ്പെടുത്തുകയാ. കാസർഗോഡുള്ള പ്രിയപ്പെട്ട ഉപ്പമാരെ കാതുകൊടുത്തുന്ന ശ്രദ്ധ ചെലുത്തണേ. ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം മാ ഇന്ന മഫാതിഹഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവാ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായമായിരുന്ന മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ ലോകം കണ്ട ഏറ്റവും വലിയ മുതലാളിയെ പരിചയമില്ലേ? അവനാ ജനങ്ങളോട് മോശമായ രീതിയിൽ പെരുമാറിയവനാണ്. ജനങ്ങൾക്ക് മുന്നിൽ അഹന്ത വെച്ചുകൊണ്ട്, സമ്പത്ത് കൊണ്ട്, കിബിർ വെച്ചുകൊണ്ട് നടന്നവനാ. എല്ലാ ദിവസവും അവനതാ മണിക്കൂറുകൾ ഇടവിട്ടുകൊണ്ട് ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്തവനാണ്. ഇട്ടിരിക്കുന്ന ചെരുപ്പുകൾ ഡെയിലി മാറ്റിക്കൊണ്ട് നിലകൊണ്ടവനാ. സമ്പത്ത് കൊണ്ട് ഊറ്റം കൊണ്ടവനാണ്. വലിയതായി അഹങ്കരിച്ചുകൊണ്ട് നടന്നവനാണ്. നാട്ടിലുള്ളതാകുന്ന സഹോദരങ്ങളുടെ കൈവശം സ്വർണം നൽകിയിട്ട് പറയുമാണ്, ഇഷ്ടമുള്ള സ്ത്രീകളുമായി വ്യഭിചരിച്ചോ.
ഏത് സ്ത്രീകളുമായിട്ട് നിങ്ങൾ ശയ്യാവലംബിച്ചോ അതിനിതാ പൈസ ഞാൻ നൽകാമെന്ന് പറഞ്ഞ് സ്വർണ്ണമതാ ചെറുപ്പക്കാരുടെ കൈവശം വാരി വിതറുകയാണ്, നൽകുകയാണ്. ഇസ്രായേലി ജനതയിൽ അക്രമം അഴിച്ചുവിട്ടവനാണ്. മോശപ്പെട്ടതാകുന്ന രതിക്രയിടയിലേക്ക് ആ സമൂഹത്തെ വലിച്ചു കൊണ്ടുപോയവനാ. അള്ളാഹുവിന് എതിരിൽ നിലകൊണ്ടതായ വ്യക്തിയാണ്. മൂസാ നബി അലൈഹിസ്സലാമിൽ അവിശ്വസിച്ചവനാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനിൽ അവിശ്വസിച്ചവനാണ്. മോശമാകുന്ന ദുർവൃത്തി നടത്തിക്കൊണ്ട് നടന്നവനാ. അതുകൊണ്ട് എന്താണ് അവന് സംഭവിച്ചത്? അവന്റെ സമ്പത്ത് കൊണ്ട് വല്ലാതെ വളർച്ചവനുണ്ടാവുകയാണ്. ഈ ദുനിയാവിൽ അല്ലാഹു അവനെ പരമോലെ വളർത്തുകയാണ്. സമ്പത്ത് അല്ലാഹു അധികരിപ്പിക്കുകയാ. മഇന്ന മഫാതിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവാ. അവന്നതാകുന്ന സമ്പത്തിന്റെ വലിപ്പം അല്ലാഹുവിന്റെ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാ. 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധി കുംഭാരങ്ങളുടെ താക്കോൽ കൂട്ടം ഉണ്ടായിരുന്നു അത്രേ. മഇന്ന മഫാതിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവാ. 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധികളല്ല നിധി കുംഭാരങ്ങളുടെ താക്കോൽ കൂട്ടം മാത്രം 72 ഒട്ടകങ്ങൾ വഹിക്കുമായിരുന്നു എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പരിചയപ്പെടുത്തുകയാണ്. എത്ര വലിയ സമ്പന്നതയാണ്, എത്ര വലിയ അധീനതയാണ്, എത്ര വലിയ അധികാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ഈ ദുനിയാവ് മുതലും കെട്ടിപ്പിടിക്കാനുള്ള സമ്പാദ്യം അല്ലാഹു നൽകിയിട്ട് പോലും പടച്ചറപ്പിന് ഇബാദത്ത് എടുക്കാതെ അല്ലാഹുവിൽ തലകുനിച്ച് നിലകൊള്ളാതെ ഈ ലോകത്തിന്റെ തമ്പുരാന് എതിരെ പ്രവർത്തിക്കുകയാ. ഈ ലോകത്ത് എന്തെല്ലാം ചെയ്യരുതെന്ന് വിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശം വെച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം സമൂഹത്തോട് ഉത്ബോധനം നടത്തിയോ. ആ ഉത്ബോധനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിക്കുകയാണ്, കള്ളു കുടിക്കുകയാണ്, വ്യഭിചരിക്കുകയാണ്, അശ്ലീലമായ തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയാ. തന്റെ സമ്പത്ത് കൊണ്ട് ഹറാമായ മേഖല മുഴുവനും വെട്ടിപ്പിടിക്കുകയാണ്. എന്താണ് അവന് സംഭവിച്ചത്? ദുനിയാവിന്റെ പിറകെ ഓടിയപ്പോ ദുനിയാവിലുള്ളതാകുന്ന ഇസ്രായേലി ജനതയ്ക്ക് സമ്പത്ത് നൽകിയിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഈ ദുനിയാവിൽ അക്രമം പ്രവർത്തിച്ചോ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നശിപ്പിച്ചത് എങ്ങനെയാണ്? പഠിച്ചു വെക്കണേ സോദരാ. കാസർഗോഡുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഉന്നതമാകുന്ന സൗഭാഗ്യങ്ങൾ കൈവെള്ളയിൽ നൽകുമ്പോ നീ യുഎഇയിലേക്ക്, ഖത്തറിലേക്ക്, ബഹ്റൈനിലേക്ക്, ഒമാനിലേക്ക്, സൗദിയിലേക്ക്, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് വണ്ടി കയറിക്കൊണ്ട് പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ കൺമുന്നിൽ വിശാലത നൽകുകയാണ്. ഒരു 30 കൊല്ലം മുമ്പ് നീ 000 ആയിരുന്നു. ഈ കാസർഗോഡ് ടൗണിൽ, പട്ടണത്തിൽ ഒരു വിലയും നിനക്കില്ലായിരുന്നു. ഇന്നിതാ ചെർക്കളയിൽ അറിയപ്പെട്ട വ്യക്തിയായി, തളങ്കരയിൽ അറിയപ്പെട്ട വ്യക്തിയായി, നായമാർമൂലയിൽ അറിയപ്പെട്ട വ്യക്തിയായി, കാഞ്ഞങ്ങാടിൽ അറിയപ്പെട്ട വ്യക്തിയായി, ഉന്നതനാകുന്ന സമുന്നതനായ പണക്കാരനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഉന്നതമാകുന്ന സൗഭാഗ്യങ്ങൾ നൽകിയപ്പോ അവന്റെ പ്രിയപ്പെട്ട ഭാര്യയായി പെങ്ങളെ നിനക്ക് ഉല്ലസിക്കാനുള്ള അവസരം നൽകിയപ്പോ അല്ലാഹുവിനെ വേണ്ട, അല്ലാഹുവിന്റെ പള്ളികളെ വേണ്ട, ഔലിയാക്കൾ നമുക്കിന്ന് എതിരാണ്, മഹത്തുക്കളെ നമുക്കിന്ന് നിസാരമാണ്, ഉലമാക്കളെ നമുക്കിന്ന് നിസാരമാണ്. അവരെ തേജോവധം ചെയ്യാൻ സംസ്ഥാന കലോത്സവ വേദി പോലും ഈ സമൂഹം കൊണ്ടാടുകയാ. നഊദു ബില്ലാഹ്. പഠിച്ചു വെക്കണേ, സമ്പത്ത് കൊണ്ട് ഊറ്റം കൊള്ളുന്ന മനുഷ്യൻ ആലിമീങ്ങളെ തേജോവധം ചെയ്യാൻ തുനിയുകയാ. ഉലമാക്കൾക്കെതിരിൽ തിരിയുകയാണ്. യഥാർത്ഥമാകുന്ന പണ്ഡിതന്മാർക്കെതിരിൽ വാൾപോസ്റ്റുകൾ ഇടാൻ മടിയില്ലാതെ വരുകയാണ്. ഫേസ്ബുക്കിൽ എറിയാൻ അവന് മടിയില്ല, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇടാൻ അവന് മടിയില്ല. സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിന്റെ മോണിറ്റേഷൻ വരുത്തിക്കൊണ്ട് ആലിമീങ്ങളെ തേജോവധം ചെയ്തുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ നിലകൊള്ളുകയാണ്. കയ്യോടി അവന് ലിബറൽസത്തിന്റെ വക്താക്കളിൽ നിന്ന് കിട്ടുകയാണ്, യുക്തിവാദത്തിന്റെ വക്താക്കളിൽ നിന്ന് കിട്ടുകയാണ്. നിരീശ്വരവാദികളുടെ കൈവശം അവനതാ ലൈക്കും ഷെയറും അവന് ഒരുപാട് കമന്റുകളും അനുകൂലമായി ലഭിക്കുകയാ. എന്നാൽ ആഖിറത്തിൽ അവൻ ഏറ്റവും വലിയ പരാജിതനാണ്. നിനക്ക് ഈ ദുനിയാവിൽ
യൂട്യൂബിലൂടെ സമ്പത്തുണ്ടാക്കാം. അത് ആലിമിനെ ചീത്ത വിളിച്ചിട്ടാകരുതേ. മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് നിന്റെ സമ്പത്ത് കൊണ്ടുപോകല്ലേ. ഹറാമാകുന്ന സമ്പാദ്യം കൊണ്ട് ഈ ദുനിയാവിലും ആഖിറത്തിലും രക്ഷയില്ല, രക്ഷയില്ല. അങ്ങനെ സമ്പത്ത് ഉണ്ടാക്കിയതാകുന്ന ആളുകൾ, അതുകൊണ്ട് ദുനിയാവ് വെട്ടിപ്പിടിച്ചതായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്സാരരായി നിന്ദ്യരായി കൊന്നു കളഞ്ഞില്ലേ. അതല്ലേ ഖാറൂനിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്. ഈ ദുനിയാവിൽ കള്ളുകുടിച്ച് വ്യഭിചരിച്ച് ചെറുപ്പക്കാരുടെ കൈവശം നാണയത്തൊട്ടുകൾ കൊടുത്ത് ഇഷ്ടമുള്ള ഇസ്രായേലി പെങ്ങളുമായി ശൃംഗരിച്ച് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തപ്പോ ലഖസഫിനാ ബിഹി വബിദാരിഹിൽ അർളാ. പഠിച്ചു വെക്കണേ സമൂഹമേ, അവനെയും അവന്റെ കെട്ടിട സമുച്ചയങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുകയാണ്. ഭൂമി രണ്ടായി പിളരുകയാണ്. അവനെയും അവന്റെ കെട്ടിട സമുച്ചയങ്ങളെയും കോടാനു കോടി വരുന്നതായ സർവ്വ സമ്പാദ്യവും അവന്റെ സർവ്വ അനുഗ്രഹങ്ങളും അല്ലാഹു ഭൂമിയിലേക്ക് ആഴ്ത്തുകയാണ്. പരിപൂർണമായി ആഴ്ത്തിക്കളഞ്ഞു. മുഫസ്സിരീങ്ങൾ പറയുന്നു, ലോകാവസാനം വരെ ഇങ്ങനെ അല്പാൽപമായി താഴ്ത്തിക്കൊണ്ടിരിക്കും. അതാണ് അതിന്റെ അർത്ഥം. ലഖസഫിനാ ബിഹി വബിദാരിഹിൽ അർളാ. ഭൂമിയിലേക്ക് ഇങ്ങനെ അല്പാൽപമായി താഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ വാദം പറയുന്ന സമയത്തും അവൻ അല്ലാഹു നൽകുന്ന ശിക്ഷ അതാണ്. എന്തുകൊണ്ട്? സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചു. അള്ളാഹുവിന്റെ ദീനിന് അവന്റെ സമ്പത്ത് കൊണ്ട് ഉപകാരപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ആ ദീനിന് എതിരായി അവന്റെ സമ്പത്ത് ചെലവഴിച്ചു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കണിശമായ ശക്തമായ ശിക്ഷ അല്ലാഹു നൽകി. പഠിക്കണം ഈ ഉമ്മത്ത് മനസ്സിലാക്കണം. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് ദുനിയാവ് കൈവശം വരുമ്പോ ആ ദുനിയാവ് മത്സരിക്കാൻ പോകരുതേ. ഫതനാഫസുഹാ കമാ തനാഫസുഹാ. മുൻഗാമികളാകുന്ന ആളുകൾ മോശപ്പെട്ടതാകുന്ന തരത്തിലേക്ക് അവരുടെ സമ്പത്ത് കൊണ്ടുപോയാണ് സമ്പത്ത് കിട്ടാൻ വേണ്ടി മത്സരിക്കുകയാ. ഫതുഹ്ലികകും കമാ അഹ്ലകതും. അവരെ അല്ലാഹു നശിപ്പിച്ചതുപോലെ, ഖാറൂനെ നശിപ്പിച്ചതുപോലെ, ഹാമാനെ നശിപ്പിച്ചതുപോലെ, നമ്രൂദിനെ നശിപ്പിച്ചതുപോലെ, അന റബ്ബുകുമുൽ അലാ, ഞാനാണ് ഉന്നതനായ റബ്ബി എന്ന് വാദിച്ചുകൊണ്ട് ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയതായ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, അവനെ അല്ലാഹു നശിപ്പിച്ചതുപോലെ നിങ്ങളും നശിക്കുമേ. സമ്പത്തിന്റെ ആധിക്യം കാരണമാൽ സമ്പത്ത് വഴിവിട്ടതാകുന്ന രീതിയിൽ ചെലവഴിച്ചാലെങ്കിൽ അത് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നിങ്ങൾ ഹറാമായ മേഖലകളിലേക്ക് നിങ്ങളുടെ സമ്പത്ത് കൊണ്ടുപോയാൽ നിങ്ങൾ അല്ലാഹു പിടികൂടും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എത്ര ഉദാഹരണം പറയാൻ സാധിക്കും. അർആഹു ഇസ്തഗ്നാ, അർആഹു ഇസ്തഗ്നാ, ഇന്ന ഇലാ റബ്ബിക റുജഅ, അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. വിശുദ്ധമായ കഅബാലയത്തിന്റെ മുന്നിൽ സുജൂദിൽ കടന്നുകൊണ്ട് നമസ്കരിക്കുന്നതായ പ്രവാചകരുടെ കഴുത്തിലേക്ക് ചീഞ്ഞളിഞ്ഞതാകുന്ന ഒട്ടകത്തിന്റെ കുടൽമാല അണിഞ്ഞുകൊണ്ട് ആ പ്രവാചകന്റെ നമസ്കാരത്തിൽ നിന്ന് തടസ്സം ചെയ്തതായ അബൂജഹലിനെ അറിയില്ലയോ, അറിയില്ലയോ? അർആഹു ഇസ്തഗ്നാ, അർആഹു ഇസ്തഗ്നാ. അവൻ ദുനിയാവിൽ ചിന്തിച്ചത് എനിക്ക് സമ്പത്തുണ്ടല്ലോ, സമ്പത്തുണ്ടല്ലോ, മറ്റുള്ളവരുടെ മുന്നിലേക്ക് പോയി കൈനീട്ടേണ്ട ഗതികെട്ട അവസ്ഥ എനിക്ക് നൽകിയിട്ടില്ലല്ലോ. ഈ ദുനിയാവിൽ എത്രയെത്ര പട്ടിണി പാവങ്ങൾ ഈ മക്കയിലുണ്ട്. അവരിൽ നിന്ന് വിഭിന്നമായി എനിക്ക് വലിയ സമ്പത്തല്ലേ നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞ് അഹന്ത വെച്ചുകൊണ്ട് പടച്ച റബ്ബിനെ വെല്ലുവിളിച്ച് മുത്തുനബിക്ക് എതിരിൽ ശത്രുത വെച്ചുകൊണ്ട് നടന്നവനെ, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ചെറിയ കുട്ടികൾ മുഖേന ഈ ലോകത്ത് നിന്ന് നിലം പതിപ്പിച്ചില്ലയോ? രണ്ട് ചെറിയ കുട്ടികളാണ് അവനെ കണങ്കാലിൽ വെട്ടിയിട്ട് ബദറിൽ താഴെയിട്ട്.
നമ്മൾ ചിന്തിക്കണം. സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ച് വലിയ ആളാണെന്ന് പറഞ്ഞ് നടക്കണ്ട, പത്രാസ് കാണിക്കണ്ട. അള്ളാഹു നൽകിയ സമ്പത്ത് അത് ദീനിന് ചെലവഴിച്ച് ദീനിയായ വഴിയിൽ തന്നെ നിലകൊള്ളി. പല ആളുകളുണ്ട്, ഉസ്താദെ കാശൊന്നുമില്ല, ഫുലൂസ് മാഫി, എന്തെങ്കിലും വല്ല ദിക്കറുണ്ടോ, ലാഹുലയുടെയൊക്കെ ഇജാദത്ത് വാങ്ങി കോടീശ്വരനായി സമ്പത്ത് എത്തി ഉന്നതമാകുന്ന തലത്തിലേക്ക് എത്തുമ്പോൾ ജുമായില്ല, ജമാഅത്തില്ല, വഖത്തുകളില്ല, ആലിമീങ്ങളെ വേണ്ട, എല്ലാവരും കളിതമാശയാണ്. പിന്നെ എല്ലാത്തിനും മുന്നേ കാലൊക്കെ കയറ്റി വെച്ച് ആലിമീങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു പരിഹാസ ചിരിയാണ്. പണ്ഡിതന്മാരെ കോമാളികളായി ചിത്രീകരിക്കുക. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അവസാന കാലവും അങ്ങനെയാകും. നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മുസ്ലിമിന് എതിരെ ശത്രുക്കൾ കൂടി വരും. ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറയുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൂശികുൽ ഉമമു അൻ തദഅ അലൈക്കും കമാ തദഅൽ അക്ലതു ഇലാ ഖസഅതിഹാ. ഖാലൂ അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്. فقال رسول الله صلى الله عليه وسلم لا بل أنتم كثير. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഉറപ്പെടുത്തുകയാണ്, ലോകത്തുള്ളതാകുന്ന സർവ്വജനങ്ങളും നിങ്ങൾക്കെതിരിൽ ശത്രുത വെച്ചുകൊണ്ട് കടന്നു വരുമേ. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി 1400 വർഷം മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ ഈ സമൂഹത്തെ, ഈ സമുദായത്തെ, മുസ്ലിം സമൂഹത്തെ നോക്കി പറഞ്ഞത്, ഇന്ന് നേർക്ക് നേരെ കാണുകയല്ലയോ, ദർശിക്കുകയല്ലയോ. യൂശികുൽ ഉമമു അൻ തദഅ അലൈക്കും കമാ തദഅൽ അക്ലതു ഇലാ ഖസഅതിഹാ. മനോഹരമായ ഭക്ഷണ തളികയിലേക്ക് വിശന്നു വലഞ്ഞതായ ആളുകൾ അവരുടെ കൈ നീട്ടിക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നത് പോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ, സമൂഹം നിങ്ങൾക്കെതിരിൽ തിരിയുമേ സ്വഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അന്ന് നബി തങ്ങൾ പറഞ്ഞത് ഇന്ന് പുലർന്നു കാണുകയാണ്. 1400 കൊല്ലങ്ങൾക്ക് ഇപ്പുറം നേർക്ക് നേരെ നമ്മൾ നോക്കുമ്പോൾ ചാനലാകുന്ന ചാനലുകളെല്ലാം ചർച്ച ദീനിന്റെ വാഹകരെ കുറിച്ചാണ്, ഉസ്താദുമാരെ കുറിച്ചാണ്, മുഅല്ലിമീങ്ങളെ കുറിച്ചാണ്, തലയിൽ തട്ടമിട്ടതാകുന്ന മുസ്ലിം സഹോദരിമാരെ കുറിച്ചാണ്, അവരുടെ ജീവിതചര്യകളെ കുറിച്ചാണ്. എല്ലായിടത്തും ചർച്ച ചെയ്താണ്. രാത്രിയിലുള്ളതാകുന്ന 1 മണിക്കൂറത്തതാകുന്ന ന്യൂസുകൾ എടുത്ത് പരിശോധിച്ച് നോക്കി. മിക്ക ദിവസങ്ങളിലും, ആഴ്ചയിൽ ഒരു ദിവസം എന്നല്ല, മിക്ക ദിവസങ്ങളിലും ചർച്ച എത്തി നിൽക്കുക മുസ്ലിമിന്റെ നെഞ്ചത്താണ്. അതിലൊരാൾ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി വരുന്ന ഒരു വ്യക്തി, ഒരാളെങ്കിലും ഏറ്റവും കുറഞ്ഞത് മുസ്ലിമിനെതിരെ ശബ്ദിച്ചുകൊണ്ട് എപ്പോഴും നിലകൊള്ളുന്നവർ സദാസമയം ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് എല്ലാ സംഭവങ്ങളും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. സാമ്പത്തികമായി പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് പ്രയാസപ്പെടുന്നതാകുന്ന ഹോട്ടൽ മുതലാളിമാർ അവർ എങ്ങനെയെങ്കിലും ബിസിനസ് പച്ചപിടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ അവിടെ നിന്ന് കഴിച്ചതാകുന്ന കുഴിമന്തി മുഖേന പെൺകുട്ടിക്കിതാ മരണം വരിച്ചു എന്ന് പറഞ്ഞ് യാഥാർത്ഥ്യത്തെ വളച്ചൊടിച്ച് ഹോട്ടലുകൾ പൂട്ടിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നത് മുസ്ലിമീങ്ങൾ നടത്തുന്ന ഹോട്ടലായതുകൊണ്ടാണ്. ശരിയല്ലേ? ഒരു മുസ്ലിം ഒരു തട്ടുകടയിട്ടാൽ, അവനൊരു ഭക്ഷണശാലയിട്ടാൽ അത് ഹലാൽ ഫുഡ്, മറ്റു ഫുഡ്, കുഴിമന്തി, അവിടെ ഭക്ഷ്യവിശുദ്ധമാകുന്ന കാര്യങ്ങളുണ്ട്, അവിടെ മോശപ്പെട്ടതാകുന്ന ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നത്, തുപ്പലിട്ടതാകുന്ന ബിരിയാണിയാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ അവഹേളനം നടത്തി മുസ്ലിമീങ്ങൾക്ക് എതിരിൽ യുദ്ധം ചെയ്തുകൊണ്ട് ജനങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടം. മനസ്സിലാക്കണം, ഈ സമൂഹം എവിടേക്കാണ് എത്തിച്ചേരുന്നത്? ഈ അടുത്തിടെ തന്നെ കാസർഗോഡ് ഒരു കട പൂട്ടിക്കുകയുണ്ടായി, നമുക്കെല്ലാവർക്കും അറിയാം. അവസാനം പരിശോധിച്ച് റിപ്പോർട്ട് വരുന്നതിനൊക്കെ മുമ്പ് നേരത്തെ തന്നെ എടുത്തു ചാടി പൂട്ടിക്കുകയാണ്. അവർക്കുണ്ടാകുന്ന മാനഹാനിയും അവർക്കുണ്ടാകുന്നതാകുന്ന പ്രയാസങ്ങളും
അത്തരത്തിൽ ഹോട്ടൽ നടത്തുന്നതായ വ്യക്തികൾക്കുണ്ടാകുന്നതായ മാനസികമായ സംഘർഷങ്ങളും അവർക്കുണ്ടാകുന്നതും അവരുടെ കടയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കുണ്ടാകുന്നതാകുന്ന നാശനഷ്ടങ്ങളുടെയും കണക്കുകൾ ഇവിടെ ആരും ബോധ്യപ്പെടുത്തുന്നില്ല. കേരളത്തിൽ ഏകദേശം 1 ലക്ഷത്തോളം വരുന്നതാകുന്ന തട്ടുകടകൾ, ഹോട്ടലുകൾ അടക്കം വലിയ വലിയ കടകളും ചെറിയ കടകളും അടക്കമുണ്ട്. 1 ലക്ഷത്തിന് പുറത്തുണ്ട്. 40,000-ഓളം 40 ലക്ഷത്തോളം വരുന്നതാകുന്ന ആളുകൾ ഇവിടെയെല്ലാം ജോലി ചെയ്യുന്നുണ്ട്. പലവിധ ജോലികളുമായി പാത്രം കഴുകൽ ബന്ധപ്പെട്ട് പൊറോട്ട അടിക്കുന്നവർ, ബിരിയാണി വെക്കുന്നവർ, കുഴിമന്തി വെക്കുന്നവർ എന്ന് വേണ്ട കറി വെക്കുന്നവർ, ഇങ്ങനെ വ്യത്യസ്ത തസ്തികളിലായി ഈ സാധനങ്ങൾ കൊണ്ടുവരാനും ഇത് കയറ്റുമതി ചെയ്യാനും അരി കൊണ്ടുവരാനും ഒക്കെ നിലകൊള്ളുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇതിന്റെ പിന്നിൽ അഹോരാത്രം പരിശ്രമിക്കുന്നുണ്ട്. ഈ പാവങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രയാസകരമാകുന്ന രീതിയിൽ ഉള്ള ഒരു നടപടിക്രമങ്ങളാണ് സമൂഹം സ്വീകരിച്ചു പോകുന്നത്. അതുകൊണ്ടുണ്ടായ നാശനഷ്ടങ്ങൾ ആർക്കാണ് ഇവിടെ ഉണ്ടായത്? പേരുദോഷം ആർക്കാണ് ഉണ്ടായി തീർന്നത്? ഇങ്ങനെ ലോകത്ത് സമൂലമായി മുസ്ലിമീങ്ങൾക്ക് എതിരിൽ ഒന്നായിട്ട് ഒരു കൂട്ടമായിട്ടുള്ളതാകുന്ന ശത്രുതാ മനോഭാവം കടന്നു വരും ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇതിന്റെ വിധങ്ങൾ അന്ന് പറഞ്ഞതാണ്, ഇന്നത് നേർക്ക് നേരെ നമ്മൾ കാണുകയാണ് എല്ലാ നിലയിലും. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ഒരു കാലഘട്ടം ജനങ്ങൾക്ക് എത്തുമേ, ലോകത്തിൻ്റെതാകുന്ന നാനാഭാഗങ്ങളിൽ നിന്ന് ശത്രുത വെച്ചുകൊണ്ട് ജനങ്ങൾ മുസ്ലിമിനെതിരെ തിരിയുമേ. എവിടെയും മുസ്ലിമിനെ പ്രതിക്കൂട്ടിൽ കണ്ടില്ലേ നിങ്ങൾ? സംസ്ഥാന കലോത്സവം അതിന്റെ മുഖ്യവേദി തുടങ്ങിയത് തന്നെ, മുഖ്യമന്ത്രിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തുടങ്ങിയത് തന്നെ മുസ്ലിമിനെ തീവ്രവാദിയാക്കിയിട്ടാണ്. തലയെക്കെട്ട് ധരിച്ച, കമീസ് ധരിച്ചതാകുന്ന വ്യക്തിയെ തീവ്രവാദിയും ഭീകരവാദിയായി ചിത്രീകരിച്ചു. പിന്നെ ആ കലോത്സവ വേദിയിൽ നടന്നതാകുന്ന പല കലാമേളകളും മുസ്ലിമിനെ തീവ്രവാദിയും മുസ്ലിമിനെ എതിരെ ആക്രോശിക്കുന്നതുമാണ്. പണ്ഡിതന്മാർക്കെതിരെ, സമസ്തയുടെ ഉലമാക്കൾക്കെതിരെ, വലിയൊരു ബഹുസ്വര സമൂഹത്തിന്റെ നേതൃത്വത്തിനെതിരെ, യഥാർത്ഥമാകുന്ന ആലിമീങ്ങൾക്കെതിരെ, ദീനിന്റെ ആദർശങ്ങൾക്കെതിരെ ഉള്ള കടന്നുകയറ്റം. അത് കേവലം ഒരു മോണോ ആക്ടിലൂടെ ഒരു പെണ്ണ് പറയുക മാത്രമല്ല, അങ്ങനെ പറയുന്നവരുടെ തന്തയ്ക്ക് വിളിക്കുക കൂടി ചെയ്യുന്നതാകുന്ന പ്രവണത കൂടി അതിലൂടെ നടത്തുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ. എത്രയോ അപഹാസ്യമാണ് ഈ സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നത് എന്ന് ചിന്തിക്കണം. അങ്ങനെ ചെയ്യുന്നവർക്കാണ് ഫസ്റ്റ് എ ഗ്രേഡ്, അവർക്കാണ് 1ാം സ്ഥാനം കൊടുക്കുക. അതാണ് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് രീതി. അതാണ് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളും ഇത്തരത്തിലുള്ള വിഷയങ്ങളും ഒക്കെ ഉന്നയിച്ച് പ്രസംഗിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാകുന്ന കലാമേളയിൽ മോണോ ആക്ട് നടത്തുന്നതാകുന്ന കുട്ടികൾ, അത് എത്ര ചെറിയ കുട്ടികളാണെങ്കിലും, തായിഫിലെ ചെറിയ കുട്ടികളെ കൊണ്ട് മുത്തുനബി ചെന്നപ്പോൾ കല്ലെറിയിച്ചതാണ് എനിക്ക് സത്യത്തിൽ ഈ കലോത്സവത്തിൻ്റെതാകുന്ന ആ പെൺകുട്ടിയുടെ ആ വർത്തമാനം കേട്ടപ്പോൾ തോന്നിയത്. കാരണം ആലിമീങ്ങളെ പരസ്യമായി അവരുടെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടും, അവരെ ചീത്ത വിളിച്ചുകൊണ്ടും, തെറി വിളിച്ചുകൊണ്ടും, ദീനിൻ്റെതാകുന്ന ശിആറുകളെ വെല്ലുവിളിച്ചുകൊണ്ടും, മതചിഹ്നങ്ങളെ അപഹസിച്ചുകൊണ്ടുമുള്ളതാകുന്ന ഇത്തരത്തിലുള്ളതാകുന്ന കലാമേളകൾ അവർക്കാണ് എ ഗ്രേഡ് കൊടുത്ത് 1ാം സ്ഥാനം കൊടുക്കുന്നത്. അവരെ ഒന്ന് തിരുത്താനോ ഒന്ന് മാറ്റാനോ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കാനോ ഇവിടെ ആളില്ലാത്ത ലോകം. അതിൽ തന്നെ പരിപൂർണ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ കുട്ടി പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നതായ മുസ്ലിം സമുദായത്തിലെ കുറെ യൂട്യൂബർമാർ, വരുമാനമുണ്ടാക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയതായ കുറെ ആളുകൾ, അതൊക്കെ ഇന്ന് സമൂഹത്തിൽ നിലകൊള്ളുക. എത്ര അപഹാസ്യമാണ് ഈ സമൂഹം. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ഇത് പറയുമ്പോ 1400 വർഷം മുമ്പാണ് പ്രവാചകർ തന്നെ പ്രിയപ്പെട്ട അനുയായികളോട് ഇനി വരാനിരിക്കുന്ന സത്യം വെളിപ്പെടുത്തുമ്പോ ലോകത്തുള്ളതാകുന്ന സർവ്വ മനുഷ്യരും നിങ്ങൾക്കെതിരെ തിരിയുന്നതായ ഒരു ഘട്ടം വരുമേ സ്വഹാബ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ഖാലൂ, സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായതുകൊണ്ടാണോ റസൂലേ, ഞങ്ങൾ അന്ന് എണ്ണത്തിൽ കുറവായതുകൊണ്ടാണോ ലോകം മുഴുവൻ ഞങ്ങൾക്കെതിരിൽ തിരിയുന്നത്?
എന്തുകൊണ്ടാണ് ഞങ്ങൾക്കെതിരെ ലോകം തിരിയുന്നത്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ അല്ല സ്വഹാബ, ഒരിക്കലും നിങ്ങൾ അന്ന് എണ്ണത്തിൽ കുറവല്ല, ബൽ അൻതും കസീർ, ലോകാടിസ്ഥാനത്തിൽ ജനങ്ങൾ ഇസ്ലാമിലേക്ക് ഓരോ ദിവസം കഴിയുന്തോറും എണ്ണം കൂടിക്കൂടി വരുകയാണ്. നിങ്ങൾ എണ്ണത്തിൽ നിന്ന് കൂടുതലായിരിക്കും, പക്ഷേ വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു വരുന്നതായ ചണ്ടികളെ പോലെ വേസ്റ്റുകളാണ് നിങ്ങളെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. وَلَيَقْذِفَنَّ اللَّهُ فِي قُلُوبِكُمُ وَلَيَنْزِعَنَّ اللَّهُ فِي قُلُوبِكُمُ الْمَهَابَةَ مِنْكُمْ, നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരുന്ന വിശുദ്ധമായ ദീനിന്റെ ആദർശം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കാലഘട്ടം അതാണ്. നിങ്ങൾക്ക് നമസ്കാരമില്ല, നിങ്ങൾക്ക് നോമ്പില്ല, നിങ്ങൾക്ക് സക്കാത്തില്ല, നിങ്ങൾക്ക് ദീനിന്റേതാകുന്ന കാര്യങ്ങളോട് യാതൊരുവിധ കമ്മിറ്റ്മെന്റുമില്ല, പ്രതിബദ്ധതയുമില്ല, അല്ലാഹുവിന്റെ ശിആറിനോട് നിങ്ങൾക്ക് താല്പര്യമില്ല. അന്ന് നിങ്ങൾ ദീനിനെ തന്നെ വിലയില്ലാതാക്കുകയാണ്. വലയഖ്ദിഫന്നല്ലാഹു ഫീ ഖുലൂബിക്കും ആ ഒരു ഈമാനില്ലാത്ത പ്രഭ നഷ്ടപ്പെട്ടു പോയ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വഹൻ എന്ന രോഗത്തെ അല്ലാഹു നിക്ഷേപിക്കുകയാണ്, വഹനിനെ അല്ലാഹു നിക്ഷേപിക്കുകയാണ്. ഖാലൂ വമൽ വഹനു യാ റസൂലല്ലാഹ്, സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ എന്താണ് വഹൻ എന്ന് പറഞ്ഞാൽ റസൂലേ ഒന്നറിയിച്ച് നൽകുമോ ഹബീബേ, വഹനെന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വല്ലാതെ കടന്നുകൂടിയിട്ടുള്ളത്, അതാണ് വഹനെന്ന രോഗമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? സ്വഹാബത്തിനോട് നബി തങ്ങൾ വിശദീകരിക്കുകയാണ്. കാസർഗോഡ് തലങ്കരയിലുള്ള എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരെ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒന്നാമതായി ലോകത്തുള്ള സർവ്വശത്രുക്കൾ നിങ്ങൾക്കെതിരിൽ തിരിഞ്ഞ് നിങ്ങളോട് യുദ്ധപ്രഖ്യാപനം നടത്താനുള്ള കാരണം, എല്ലാവരും നിങ്ങൾക്കെതിരെ തിരിഞ്ഞ് സോഷ്യൽ മീഡിയയിലടക്കം മുസ്ലിമിനെ അപഹസിക്കാനുള്ള കാരണം, ഒന്നാമത്തത് ഹുബ്ബുദ് ദുനിയാ, നിങ്ങൾക്ക് ദുനിയാവിനോടുള്ള അമിതമായ ഇഷ്ടമാണ്, ദുനിയാവിനോടുള്ള ഭ്രമമാണ്, ദുനിയാവിനോടുള്ള താല്പര്യമാണ്, ഇഹലോക ജീവിതം മാത്രം മതി എന്നുള്ള ചിന്തയാണ്. അതിനുവേണ്ടി തന്നെ നിങ്ങൾ നെട്ടോട്ടം ഓടുകയാണ്. പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കടന്നുകൊണ്ട് പണിയെടുത്ത് കിട്ടുന്നതായ പൈസ, കോടിക്കണക്ക് രൂപ നിന്റെ 10 തലമുറയ്ക്ക് കഴിക്കാനുണ്ടെങ്കിലും ഇനിയും കിട്ടണമെന്നുള്ള ചിന്താഗതിയിൽ ഓടുകയാണ്. എത്രയോ വർഷങ്ങളായി നീ പ്രവാസ ലോകത്ത്, എത്രയോ സമ്പത്താണ് അല്ലാഹു നിനക്ക് നൽകിയിട്ടുള്ളത്. ഇന്ന് ഈ കാസർഗോഡ് ടൗണിൽ ജീവിക്കുന്നതായ എത്രയോ ആളുകളിൽ മെച്ചമായ ജീവിതം അല്ലാഹു നിനക്ക് നൽകി. എന്നിട്ടും നിന്റെ മനസ്സിന്റെ ചിന്ത, ഇനിയും എനിക്ക് ഗൾഫിൽ പോകണം, ഇനിയും എനിക്ക് സമ്പാദിക്കണം, ഇനിയും കോടിക്കണക്ക് രൂപയുണ്ടാക്കണം, എനിക്ക് ദുനിയാവിൽ അറിയപ്പെട്ടതാകുന്ന വലിയ പണക്കാരനായി ധനികനായി മാറണം. ഈ ഒരവസ്ഥ മാത്രമാണ് മനുഷ്യ നിന്റെ ചിന്ത. ഹുബ്ബുദ് ദുനിയാ, ദുനിയാവിനോടുള്ള ഇഷ്ടമാണ്, പ്രേമമാണ് ഒന്നാമത്തെ കാരണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല, ലോകത്തുള്ളതാകുന്ന സർവരും മുസ്ലിമേ മുസ്ലിമത്തെ നിങ്ങൾക്ക് എതിരിൽ തിരിയാനും നിങ്ങൾ അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടി വരാനുമുള്ള കാരണം രണ്ടാമത്തത് വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വിരക്തിയാ. മരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വെറുപ്പാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിക്കാൻ എല്ലാവർക്കും വെറുപ്പാണ്, സ്വാഭാവികമാണത്, മനുഷ്യപ്രകൃതമാണ്. രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു രൂഢമൂലമായി പോയത്. ഒന്ന് ദുനിയാവിനോടുള്ള ഇഷ്ടം, ഇവിടെ തന്നെ കാലാകാലം വസിക്കണം. രണ്ടാമത്തത് കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വിരക്തി. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ലോകത്തുള്ള സർവ്വശത്രുക്കളും നിങ്ങൾക്കെതിരിൽ തിരിയുന്നതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ.
നബി തങ്ങൾ പറഞ്ഞത് ശരിയല്ലേ? ചിന്തിക്കും. നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കും. അവരവർ സ്വന്തം ശരീരത്തിലേക്ക് കൈകൾ ചേർത്ത് വെച്ച് ചിന്തിക്കും. മുത്തുനബി പറഞ്ഞത് എത്രയോ ശരിയാണ്, എത്രയോ ശരിയാണ്. ആരാണ് ഇവിടെ മരണത്തെ കൊതിക്കുന്നത്? ആരാണ് മരണത്തെ കൊതിക്കുന്നത്? ICUവിൽ കിടക്കുന്ന വ്യക്തിയോടും ചോദിക്കും, മരിക്കുകയല്ലേ ആചാര്യ? ഇല്ല, ഒരു 10 കൊല്ലം കൂടി ജീവിക്കണം. 10 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കുക, റെഡിയല്ലേ? അസ്രായേലിനെ വിടട്ടെ? വേണ്ട, എനിക്കൊരു 10 കൊല്ലം കൂടി ജീവിക്കണം. ഇങ്ങനെ കാലാകാലം ഈ ദുനിയാവിൽ തന്നെ കഴിഞ്ഞുകൂടാനാണ് എല്ലാവരുടെയും ആശ. അതുകൊണ്ടല്ലേ നമ്മൾ സമ്പാദിക്കുന്നതും നമ്മൾ വെക്കുന്നതായ വീടുകളുടെ ഒക്കെ വലിപ്പം എത്രയാണ് വീടുകളുടേതാകുന്ന സ്ക്വയർ ഫീറ്റിന്റെ എണ്ണം 10,000-ന് മുകളിൽ പോയി, 20,000-ന് മുകളിലെത്തിയിരിക്കുന്നു. കോടിക്കണക്ക് രൂപയുടെ വീടുകൾ വെച്ച ആളുകൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെയുണ്ട്. കോടിക്കണക്ക് രൂപ തസ്ബീഹിന്റെ എണ്ണത്തിൽ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഒരു മടിയില്ല, കണക്കില്ല നമുക്ക്. അള്ളാഹു നമുക്ക് വാരിക്കോരി തന്നു. കഴിഞ്ഞ 990 മുതൽ ഇങ്ങോട്ടൊരു 30 കൊല്ലം എടുത്തു നോക്കിൻ, 2 കൊല്ലം ഒഴിക്കിൻ, കോവിഡിന്റെ പശ്ചാത്തലം ഒഴിച്ചാൽ ബാക്കി ഒരു 30 കൊല്ലം എടുത്താലും എത്രയോ വിശാലമായ സമ്പത്ത് അള്ളാഹു നൽകി. പ്രവാസ ജീവിതം കൊണ്ട് ഇവിടെ തന്നെ റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ് നടത്തി, എത്രയോ ഉന്നതമാകുന്ന ബിസിനസ് നടത്തി. അള്ളാഹു നമുക്ക് വീട് നൽകി, വാഹനം നൽകി, വിശാലമാകുന്ന സമ്പത്തിന്റെ സ്രോതസ് അള്ളാഹു നൽകി. സഹോദരങ്ങളെ, പക്ഷെ ചിന്തിക്കുന്ന സഹോദര സഹോദരിമാരെ, ഇതുകൊണ്ട് നമുക്കെന്തെങ്കിലും ആഖിറത്തിലേക്ക് നേടിയെടുക്കാൻ സാധിച്ചോ? ദുന്യാവ് പാടെ വേണ്ട എന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ ദുന്യാവ് വെട്ടിപ്പിടിക്കാൻ കിട്ടിയതൊന്നും പോരാ. 10 തലമുറകൾക്കുണ്ടായിട്ടും വീണ്ടും വീണ്ടും അതിനോട് തന്നെ ആർത്തിയും അത്യാഗ്രഹവും ഇന്നത്തെ തലമുറയ്ക്ക് വല്ലാതെ കൂടിപ്പോയി. അത് വലിയ വിപത്താണ്. നമ്മളെ കൊണ്ടെത്തിക്കുക നാശത്തിലാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ